ഇത് 100% വെജിറ്റേറിയൻ. അങ്ങനെയുള്ള സൂപ്പിന് ഒരാൾക്ക് വാങ്ങിക്കുന്നതിന് 180 മുതൽ 380, 400 വരെ കൊടുക്കേണ്ടി വരുമ്പോൾ 8 പേർക്ക് ഓരോ കപ്പ് സൂപ്പ് കഴിക്കാൻ ഇതിന് വെറും 46 രൂപ കൊടുത്താൽ മതി. എത്രയാണ്? വെറും 46 റുപ്പീസ്. ദിവസവും 3 നേരവും ഭക്ഷണം കഴിക്കുന്നതിനും ഓരോ കപ്പ് സൂപ്പ് ശീലമാക്കിക്കോളൂ. ദഹനം നന്നാകും. ദഹനം ബയോളജി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡൈജഷൻ ആൻഡ് അസിമിലേഷൻ. ഭക്ഷണത്തെ പോഷകങ്ങളാക്കി വിഘടിപ്പിച്ച് ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയണം. അതിനു വേണ്ട കോണ്ടിമെന്റ്സ് ഒക്കെയാണ് ഈ സൂപ്പിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 2 തരത്തിലുള്ള സൂപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ളത് ആസ്വദിക്കാം. അപ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. സാധാരണ ആളുകൾ ജീവിതം ആസ്വദിക്കുന്നത് അതിസമ്പന്നരായ ആളുകളാണെങ്കിൽ ആർസിഎം TCG നമുക്ക് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കും ജീവിതം നന്നായി ആസ്വദിക്കാനുള്ള അവസരം തരികയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ ഞാൻ ആസിഫിനെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, എയർഫോഴ്സിൽ ജോലി ചെയ്ത് എൻ്റെ ലൈഫ് പാഴാക്കുന്നതല്ല, മറിച്ച് ആസിഫിൽ വന്ന് ജീവിതം ആസ്വദിക്കുകയും ഇത് വഴിയെന്ന് കുറച്ചാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. ആ പണി വേണ്ടത് വെച്ചിട്ട് പോന്നു. 10-16 വർഷമായി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടീമായിട്ട് സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ടീം മാറിയിരിക്കുന്നു. നാളെ ആലുവയിൽ ആസിഫിന്റെ ഒരു വലിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആലുവ ആ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് 10,000 സ്ക്വയർ ഫീറ്റ് വരും. വണ്ടർവേൾഡ് എന്നാണ് പറയാ. അങ്ങനെയുള്ള 5 വണ്ടർവേൾഡ് ഇന്ന് കേരളത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ ഒരെണ്ണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ആകെപ്പാടെ 40-44 വണ്ടർവേൾഡേ ഉള്ളൂ. അതില് 5 എണ്ണം കേരളത്തിലുണ്ട്. ഇതുപോലുള്ള ഔട്ട്ലെറ്റുകൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഡിപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ എത്രമാത്രം ഗൗരവത്തോടെ ഇത് കേട്ടു എന്നറിയില്ല. കേരളത്തില് 2005-ൽ 2 ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തു. ചെങ്ങന്നൂരും കോഴിക്കോടും. ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കും. അങ്ങനെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ വന്നു. അങ്ങനെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ വന്നപ്പോൾ അവർക്ക് സപ്ലൈ ചെയ്യാൻ ഡിപ്പോകളുടെ എണ്ണം ആവശ്യം വന്നു. അങ്ങനെ ചെങ്ങന്നൂര്, കോഴിക്കോട്, കണ്ണൂര്, തൃശ്ശൂര്, കൊല്ലം, കരുവാരക്കുണ്ടിൽ നസീർ സാറും സഹോദരനും കൂടെ തുടങ്ങിയ ആ ആർസിഎം ഡിപ്പോ വളർന്ന് അടുത്ത 4-ാം തീയതി അതിന്റെ പുതിയ ബിൽഡിംഗിൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോ ആയിട്ട് അഭിമാനത്തോടുകൂടെ നിൽക്കും. അപ്പോ അതൊരു വെറും ബിസിനസ് അല്ല. എന്താണ്? ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന, ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന, സമൂഹത്തിന് നന്മ കൊടുക്കുന്ന, പ്രകൃതി സംരക്ഷിക്കുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. മനുഷ്യരായ